CSK വേഴ്സസ് RCB. IPL ഈ രണ്ട് ടീമുകളും നമുക്കറിയാം. ഇപ്പോൾ നമ്മളെപ്പോഴും പറയാം എൽ ക്ലാസിക്കോ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന മത്സരമാണ് മുംബൈ CSK മത്സരങ്ങൾ. അത് കഴിഞ്ഞ ഏറ്റവും ആവേശകരമായ മത്സരങ്ങൾ IPL നമ്മൾ കണ്ടിട്ടുള്ളത് RCBയും CSKയും തമ്മിലാണ്. തീർച്ചയായും CSKക്ക് മൊത്തത്തിലുള്ള ഓവറോൾ കണക്കും വിജയത്തിൻ്റെ കണക്കൊക്കെ നോക്കുന്ന സമയത്ത് ഒരു മുൻതൂക്കം ഉണ്ട്. പക്ഷേ പലപ്പോഴും RCB ഒരു മികച്ച പ്രകടനം, അതായത് മികച്ചൊരു പോരാട്ടം തന്നെ CSKയുമായിട്ട് കാഴ്ചവെക്കാറുണ്ട്. പലപ്പോഴും അവസാന നിമിഷങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയൊരു രീതിയിലേക്കുള്ള ഒരു ത്രില്ലർ മത്സരങ്ങളൊക്കെ ആയിട്ട് മാറാറുണ്ട്. അതുപോലെ തന്നെ ഏകപക്ഷീയമായ മത്സരങ്ങളും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ആദ്യത്തെ രണ്ട് ടീമുകളും ആദ്യത്തെ മത്സരം വിജയിച്ചിട്ടാണുള്ളത്. CSKയെ സംബന്ധിച്ച് ചെന്നൈയിലാണ് മത്സരം നടക്കുന്നത്. ചെന്നൈയിൽ ആദ്യ മത്സരത്തിൽ ബോളർമാരെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന്റെ ഒരു ആത്മവിശ്വാസം ചെന്നൈക്കുണ്ട്. മറുവശത്ത് RCBയിൽ കൃണാൽ പാണ്ഡ്യ മികച്ച ഫോമിലാണ്. അദ്ദേഹമായിരുന്നു ഫസ്റ്റ് മാച്ചിൽ മാൻ ഓഫ് ദി മാച്ച് ആയിട്ടുള്ളത്. മാത്രമല്ല മുംബൈയുടെ ടോപ്പ് ഓർഡറിനെയാണ് ചെന്നൈ തകർത്തതെങ്കിൽ RCBയുടെ ടോപ്പ് ഓർഡർ ഫോമിലാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുള്ളൊരു മത്സരമാണ് നടക്കാൻ പോകുന്നത്. ഒരു ആർക്കാണ് സാധ്യത എന്ന് കണക്കുകളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ചെന്നൈയിൽ 9 മത്സരങ്ങൾ കളിച്ചതിൽ 8 മത്സരങ്ങളും ചെന്നൈ വിജയിച്ചിട്ടുണ്ട്. ഒരു മത്സരം മാത്രമാണ് RCB വിജയിച്ചിട്ടുള്ളത്. അതേസമയം RCBയെ സംബന്ധിച്ച് ഇത് 18ാമത്തെ സീസണാണ്. 18ന്റെ ഭാഗ്യം, അതായത് കോഹ്ലിയുടെ 18ാം നമ്പറിന്റെ ഭാഗ്യം എന്ന ഒരു ഭാഗ്യം കൂടിയുണ്ട്. അത് വെച്ച് ഒരു കിരീടം നേടാൻ ഇതിലേക്ക് എത്തുമോ എന്ന രീതിയിലുള്ള പല ചർച്ചകളും നമുക്കറിയാം. ഈ ചർച്ചകൾക്കൊന്നും വലിയ അടിത്തറയൊന്നും ഇല്ല എന്നുള്ളത് നമുക്കറിയാം. ഗ്രൗണ്ടിലെ പ്രകടനം തന്നെയാണ് ഒരു ടീമിനെ വിലയിരുത്തുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ടീമിനെ ടീമാക്കി മാറ്റുന്നതും അതിൻ്റെ ഒരു അവരുടെ കിരീടത്തിലേക്ക് എത്തിക്കുന്നതും അതാണെന്ന് നമുക്കറിയാം. ഈ മത്സരത്തിൽ ആര് ജയിക്കും? നമ്മളിപ്പോൾ പറഞ്ഞാൽ തന്നെ ബാംഗ്ലൂർ ചെന്നൈയുടെ സ്പിൻ ഗണിയിലേക്കാണ് പോകുന്നത്. സ്പിൻ ഗണിയിലേക്ക് എന്ന് പറയാൻ സംശയമൊന്നും ഉണ്ടാവില്ല. ആ പിച്ച് തുണക്കുന്നത് സ്പിന്നിൽ തന്നെയാണ്. ഈ നൂർ അഹമ്മദിൻ്റെയും ജഡേജയുടെയും അശ്വിൻ്റെയും മുന്നിലേക്കാണ് കോഹ്ലിയും സാൾട്ടും ബാറ്റെടുത്ത് പോകുന്നത്. പക്ഷെ നമുക്കിവിടെ കൃണാൽ പാണ്ഡ്യ ഉണ്ട്, പിന്നെ സ്പിൻ സുയാഷ് ശർമ്മയുണ്ട്, നമുക്ക് പറയാം ലിവിങ്സ്റ്റൺ ഉണ്ടെന്ന് പറയാം. ഇവരൊക്കെ കൂടി സ്പിന്നെ തിരിച്ചും അങ്ങോട്ട് എറിയാനുണ്ട്. അപ്പോൾ പടിതാറും കോഹ്ലിയും സാൾട്ട് നടക്കുന്ന ബാറ്റിംഗ് നിര അപ്പുറം ഗൈക്വാദിനെയും ടീമിനെയും എറിഞ്ഞ് പിടിച്ചിടുന്നതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ചരിത്രം ഇപ്പോൾ സൈഫ് പറഞ്ഞു കഴിഞ്ഞു. ചെന്നൈയിൽ നടന്ന 9 മത്സരത്തിൽ 8ലും ബാംഗ്ലൂർ തോറ്റിട്ടുണ്ട്. ആ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. ആ തോൽവിയുടെ എണ്ണം ഇപ്പോൾ വരുമ്പോൾ ഇനി 9-1 ആവുമോ അല്ല 8-2 ആവുമോ എന്നാണ് അറിയേണ്ടത്. ഒന്നും പറയാൻ പറ്റില്ല. ഈ രണ്ട് ടീമും മികച്ച ഫോമിലാണെന്ന് പറയാം, മികച്ച തുടക്കമാണെന്ന് അറിയാം. പക്ഷേ ആനുകൂല്യം ചെന്നൈക്ക് ഉണ്ടെന്ന് പറയുന്നതിൽ തെറ്റൊന്നും ഉണ്ടാവില്ല. ചെന്നൈയുടെ പിച്ചാണ്, ചെന്നൈയുടെ സ്പിൻ ഗണിയാണ്. അവിടത്തേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ബാംഗ്ലൂർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ നിലവിലെ ഇപ്പം പറഞ്ഞ പോലെ 18ന്റെ ഭാഗ്യം തേടിയാണ് പോകുന്നത്. അത് എന്താ വന്നാലും പിന്നെ ക്യാപ്റ്റൻ മികച്ച ഫോമിലാണ്, പടിതാർ മികച്ച ഫോമിലാണ്, കോഹ്ലി അതിനേക്കാൾ ഫോമിലാണ്, സാൾട്ടും ഫോമിലാണ്. യാതൊരു ആശങ്കയും ഇല്ല ബാറ്റിംഗ് നിര ടോപ്പ് ഓർഡറിൽ സംബന്ധിച്ചിടത്തോളം. ഇത് നമുക്ക് അപ്പം എന്തും വരട്ടെ എന്ന് വെച്ചിട്ട് ഇനിയിപ്പം ബാംഗ്ലൂരിന് ഇപ്പോൾ ചെന്നൈക്ക് പറഞ്ഞാൽ 5 കിരീടം, മുംബൈയിലെ കണക്കിൽ 6 എന്നൊക്കെ പറയാം. നമുക്കൊന്നും നോക്കാനില്ല, ഒരു കിരീടം കിട്ടുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഈ കടലാസിലെ കണക്കുകൾ നോക്കിയിട്ടായാലും ഒരു കാര്യം എവിടെയും ഒരു ടീമിനോട് നമുക്ക് മുൻകയറാൻ പറ്റില്ല. പക്ഷേ അങ്ങ് 100% ഗ്രൗണ്ടിലേക്ക് പുറത്തെടുക്കുക, വിജയിക്കുക. അത് ചെന്നൈ ആയാലും മുംബൈ ആയാലും ഇപ്പം കൊൽക്കത്ത കഴിഞ്ഞ പോലെ ആണെങ്കിലും അത് മാത്രമേ ഉള്ളൂ. അപ്പം ബാംഗ്ലൂരിന് ഒന്നും നോക്കാനില്ല. പുതിയ ക്യാപ്റ്റനിൽ പഴയ പടക്കത്തിലുള്ളടക്കം ഇറങ്ങുന്നു. മികച്ച പ്രകടനം പുറത്തെടുക്കാം. കൃണാൽ പാണ്ഡ്യ നയിക്കുന്ന സ്പിന്നറേയും മികച്ച പ്രകടനം പുറത്തെടുത്താൻ സാധ്യതകളുണ്ട് ബാംഗ്ലൂരിന്. തീർച്ചയായും ചരിത്രത്തിലെ കണക്കുകൾ എന്ന് പറയുമ്പോൾ അത് ചില സമയത്തൊക്കെ അപ്രസക്തമായിരിക്കാം. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ 33 മത്സരങ്ങളാണ് ഈ ടീമുകൾ മുമ്പ് ഏറ്റുമുട്ടിയിട്ടുള്ളത്. അതിൽ 21 തവണയും ചെന്നൈ CSK ആണ് വിജയിച്ചിട്ടുള്ളത്. 11 തവണ RCB വിജയിച്ചിട്ടുണ്ട്. ഒരു മത്സരം റിസൾട്ട് ഉണ്ടായിട്ടില്ല. ഇത് രണ്ട് ടീമുകളെ വിലയിരുത്തുകയാണെങ്കിൽ ഒരു ഭാഗത്ത് ചാമ്പ്യൻ ടീം എന്ന് നമുക്ക് പറയാം. 5 കിരീടങ്ങളുള്ള ടീം. RCBയെ സംബന്ധിച്ച് പലപ്പോഴും മികച്ച പ്രകടനം നടത്തുകയും എന്നാൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നടത്താൻ പറ്റാത്ത ഒരുപാട് ട്രോളുകൾക്ക് വിധേയരാവുകയൊക്കെ ചെയ്യുന്നൊരു ഇത്. പക്ഷെ ആദ്യ മത്സരത്തിൽ നമുക്ക് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ വിരാട് കോഹ്ലിയുടെ ഒരു ഫോം നമുക്കറിയാം. ഇപ്പൊ റീസെന്റ് ആയിട്ട് വിരാട് കോഹ്ലി മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല വിരാട് കോഹ്ലിയെ സംബന്ധിച്ചൊരു പോലെയുള്ള ഒരു ബാറ്റർക്ക് ഒരു ടച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുക അത്ര എളുപ്പമല്ല. അത് തന്നെ ആയിരിക്കില്ലേ ഒരു CSKയുടെ പ്രധാന വെല്ലുവിളി? അത് CSKയുടെ വെല്ലുവിളിയും ബാംഗ്ലൂരിന്റെ പ്രതീക്ഷയും അത് തന്നെയാണ്. നമുക്കറിയാം കൊൽക്കത്ത 175 റൺസാണ് ആദ്യ മത്സരത്തിൽ വിജയലക്ഷ്യം വച്ചിരുന്നത്. അത് 16.2 ഓവറിൽ 177 അടിച്ചിട്ട് ബാംഗ്ലൂരിന് കളി തീർക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഒരു 7 6 മാത്രമേ ബാംഗ്ലൂരിൻ്റെ ഇന്നിങ്സിൽ ആകെ വന്നിട്ടുള്ളൂ. കോഹ്ലിയുടെ 3, സാൾട്ടിന് 2, പിന്നെ ലിവിങ്സ്റ്റണിൻ്റെയും നമ്മുടെ പടിതാറിൻ്റെയും ഒരു 6 ഉൾപ്പെടെ 7 6 മാത്രമാണ് ആ ഇന്നിങ്സിൽ വന്നിട്ടുള്ളത്. പക്ഷേ 16.2 ഓവറിൽ നമ്മൾ 177 വിജയലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഈ പറയുമ്പോൾ നമുക്കറിയാം മികച്ച സ്കോറിംഗ് വേഗത കൂട്ടാൻ വേണ്ടി ബാംഗ്ലൂരിന് പറ്റുന്നുണ്ട്. ഈ കൊൽക്കത്തയുടെ ബോളിങ്ങിനോട് സുനിൽ നരയനും വരുൺ ചക്രവർത്തി ഉണ്ടായിരുന്ന ബോളറോടുമാണ് ബാംഗ്ലൂർ അടിച്ചത്. അപ്പോൾ നമ്മൾ പറയുമ്പം സുനിൽ നരയനും വരുൺ ചക്രവർത്തി, ആ പേര് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സുനിൽ നരയൻ വരുൺ ചക്രവർത്തി. ചെന്നൈയുടെ സ്പിൻ ഗണിയിൽ സുനിൽ നരയൻ 27 റൺസേ വഴങ്ങിയിട്ടുണ്ട്. പക്ഷേ വരുൺ ചക്രവർത്തി ഇപ്പോൾ മികച്ച ഫോമിലുള്ള വരുൺ ചക്രവർത്തിയെ ഫലപ്രദമായി നേരിടാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അവർ നയിക്കുന്ന സ്പിന്നർ ടീമിനോടാണ് നേരിട്ടത്. ചെന്നൈയിലേക്കാണ് വരുമ്പോൾ സ്പിന്നർമാർക്ക് കുറച്ചുകൂടി ആധിപത്യം ലഭിക്കുമെങ്കിൽ കൂടി ഈ പറഞ്ഞ പോലെ നൂർ അഹമ്മദിന് 4-18 മികച്ചൊരു സ്പെല്ലായിരുന്നു അത്. എന്തായാലും നമ്മൾ കാണേണ്ടതാണ്. അതിൻ്റെ ഒപ്പം തന്നെ ജഡേജയും അശ്വിൻ ഹോം ഗ്രൗണ്ടിൽ അശ്വിനും കൂടെ ചേരുമ്പോൾ അശ്വിൻ്റെ ഹോം ഗ്രൗണ്ട് പറയുമ്പോൾ ജഡേജയുടെ ഹോം ഗ്രൗണ്ടും ചെന്നൈ അല്ലേന്ന് ഇപ്പോൾ പറയേണ്ടി വരും. കാരണം ഈ കാലങ്ങളായിട്ട് ഇപ്പം അങ്ങനെയാണ് വരുന്നത്. അപ്പം ഈ ടീമിനോടാണ് കളിക്കാൻ വരുന്നത് നമുക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ബാറ്റ്സ്മാർക്കുള്ള ഈ പ്രതീക്ഷ അധിക വേഗത്തിൽ സ്കോറിംഗ് ഉയർത്താൻ വേണ്ടി കോഹ്ലി ക്രീസിലുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ടതില്ല. ഓപ്പണിംഗ് ഇറങ്ങിയിട്ടൊരു ആദ്യത്തെ 6 ഓവർ കൂടി തന്നെ കോഹ്ലി ഉണ്ടെങ്കിൽ തന്നെ റൺ ഉയർത്താൻ വേണ്ടി കോഹ്ലിക്ക് ഇപ്പോൾ കഴിയുന്നുണ്ട്. അപ്പം ആ ലെവലിൽ വരുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഈ പറഞ്ഞ കണക്കുകൾ നോക്കുമ്പോൾ ഇപ്പോൾ കണക്ക് വരുമ്പോൾ 11 മത്സരം മാത്രമാണ് നമ്മൾ ജയിച്ചിട്ടുള്ളത്, ബാംഗ്ലൂർ ജയിച്ചിട്ടുള്ളത്. ഈ 12 മത്സരങ്ങൾ പിന്നെ 22 മത്സരങ്ങൾ ചെന്നൈക്ക് അനുകൂലമാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ബാംഗ്ലൂരിൻ്റെ എല്ലാം പറയുമ്പോഴും 21, 11 ഇതെല്ലാം പറയുമ്പോഴും ബാംഗ്ലൂരിൻ്റെ മത്സരങ്ങൾ നമുക്ക് എല്ലാ സീസണിലും ഓർത്താൽ നമുക്കറിയാം മികച്ച എൻ്റർടൈനർ ആയിരിക്കും. നമ്മൾ എല്ലാ മത്സരങ്ങളും നന്നായിട്ട് ഈ ഏകപക്ഷീയമായി തോൽവി ആയിരിക്കില്ല. ഈ കണക്കുകൾ നോക്കുമ്പോൾ ഏകപക്ഷീയമായി തോന്നുന്നുണ്ടെങ്കിൽ തോൽവികളൊന്നും അങ്ങനെ ഏകപക്ഷീയമായിരിക്കില്ല. ജയത്തോളം പോകുന്ന തോൽവിയായിരിക്കും ഓരോ പ്രാവശ്യം നേടുന്നത്. ജയത്തിലെത്താൻ പറ്റാത്ത ഒരു പ്രശ്നമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മോശം ടീമായിട്ട് തള്ളാൻ വരുന്ന ടീമല്ല. ഈ ആരാധകരുടെ കണക്കിൽ മാത്രമല്ല, കോഹ്ലി അവിടെ ഉണ്ട്, കോഹ്ലിക്ക് ആരാധകരുണ്ട്, ആ ഒരു കണക്കിൽ മാത്രം പറയുകയല്ല. എല്ലാ മത്സരങ്ങളൊക്കെ വിലയിരുത്തിയാലും അങ്ങനെ ഒരു മോശം ടീമല്ല, ഏകദേശം തള്ളിക്കളെ വരുന്ന ടീമായിരുന്നില്ല ബാംഗ്ലൂർ. പക്ഷേ അന്തിമ ഫലം നോക്കുമ്പോൾ നമ്മളിപ്പോൾ ചരിത്രം പരിശോധിക്കുമ്പോൾ ബാംഗ്ലൂരിനൊന്നുമില്ല, ബാംഗ്ലൂർ ഇതായിരിക്കും എന്ന് പറയാം. പക്ഷേ ഈ പ്രകടനം പക്ഷേ ആവേശകരമായിരിക്കും. ഓരോ മത്സരവും ബാംഗ്ലൂരിൻ്റെ, ചെന്നൈയുടെ മത്സരം അതുപോലെ തന്നെ ആയിരിക്കും. മികച്ച പ്രകടനം പുറത്തെടുക്കാൻ മികച്ച നിര തന്നെയുണ്ട്, മികച്ച സ്ക്വാഡാണ്. ചെന്നൈയുടെ സ്ക്വാഡും അതിനേക്കാൾ മികച്ച രീതിയിൽ വരും. ഇപ്പം ധോണി ബാറ്റിംഗ് ഇറങ്ങിക്കാൻ മിന്നൽ സ്റ്റിമ്മിങ്ങൊക്കെ നമ്മൾ കണ്ടാണ്, ബാറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും. അപ്പം ആ ഒരു വരുമ്പം എന്തുകൊണ്ടും കോഹ്ലിയുടെയും ധോണിയുടെയും മുഖാമുഖം വീണ്ടും വരുന്നു. ഒരു പോര് വീണ്ടും നല്ലൊരു പോര് തന്നെ ആയിരിക്കുന്നു, സംശയമില്ല. തീർച്ചയായും. ഇപ്പോൾ നമ്മൾ RCBയുടെ ആദ്യ മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ഓപ്പണർമാരായിട്ടുള്ള ഫിൽസാൾട്ടും അതുപോലെ തന്നെ വിരാട് കോഹ്ലിയും സെഞ്ചുറി നേടിയിട്ടുണ്ട്. ദേവദത്ത് പടിക്കലാണ് ഒരു ചെറിയൊരു ഒരു വീക്ക് ടീമിനകത്തുള്ള ഒരു വീക്ക് ലിങ്ക് ആയിട്ട് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഫിൽസാൾട്ടിനെയും വിരാട് കോഹ്ലിയും പുറത്താക്കുക എന്നത് തന്നെയായിരിക്കും ചെന്നൈ ലക്ഷ്യമിടുന്നത്. അത് കഴിഞ്ഞിട്ട് തീരുന്നില്ല. രജത് പട്ടിദാർ വരുന്നുണ്ട്, ലിവിങ്സ്റ്റൺ വരുന്നുണ്ട്, ജിതേഷ് ശർമ്മയുണ്ട്. അങ്ങനെ മികച്ച താരങ്ങൾ RCBക്ക് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ നൂർ അഹമ്മദിനെ പോലുള്ള ഒരു ബൗളർ, ആ ഒരു ബൗളർ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് തന്നെ ആയിരിക്കില്ല ചെന്നൈയുടെ കരുത്ത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ചെന്നൈ ഗ്രൗണ്ടിന് വേണ്ടി കണ്ടെത്തിയ താരം എന്ന രീതിയിലേക്ക് തീർച്ചയായും നമ്മൾ അദ്ദേഹത്തെ കാണേണ്ടി വരില്ലേ. കഴിഞ്ഞ കളിയിൽ പല വിക്കറ്റുകൾ എടുത്തതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ആ 4 വിക്കറ്റുകളിൽ നമ്മൾ ഈ പറയുമ്പോൾ ഇത് വെറുതെ പേര് മാത്രം നൂർ അഹമ്മദ് മികച്ച സ്പിന്നർ എന്ന് പറഞ്ഞാൽ മാത്രം പോരല്ല. കഴിഞ്ഞ മത്സരത്തിൽ ആ തെളിവ് തന്നെ അവിടെയുണ്ട്. അദ്ദേഹം കാണിച്ചു പ്രൂവ് ചെയ്തിട്ടുണ്ട് ചെന്നൈയിലെ പിച്ചിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് നമുക്കിപ്പോൾ ധാരണയുണ്ട്. അശ്വിൻ്റെ ഒപ്പം ജഡേജയൊപ്പം ഇദ്ദേഹം കൂടെ ചേരുമ്പം ആ ചെന്നൈയുടെ ബോളിംഗ് നിരക്ക് ഒരു പ്രത്യേക ഒരു ഇരട്ടി കരുത്ത് വരുവാണ്. അത് എതിർ ടീമുകളെല്ലാം പ്രത്യേകിച്ച് ചെന്നൈക്കെതിരെ കളിക്കുമ്പോഴല്ല, ചെന്നൈയിൽ വന്ന് കളിക്കുമ്പോൾ അത് ശ്രദ്ധിച്ചേ പറ്റൂ. നൂർ അഹമ്മദിൻ്റെ ഇന്നിങ്സ്, ഈ പറഞ്ഞ സ്പെല്ലുകൾ, ആ 4 ഓവറുകൾ മറികടക്കാവുന്ന ടാസ്ക് തന്നെയാണ്. നമുക്കറിയാം കോഹ്ലി ഇടക്കാലത്ത് സ്പിന്നിനെ നേരിടാൻ വേണ്ടി ഒന്ന് വീക്കായിരുന്നു അറിയാം. തിരിച്ചു വരും അദ്ദേഹം, പിന്നീട് അത് തിരിച്ചു വന്നു. പക്ഷേ ഈ കോഹ്ലിയുടെ വീണ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പടിതാറും കൂടെ വീണ് കഴിഞ്ഞാൽ പിന്നെ വരുമ്പോൾ നമുക്ക് വലിയ ഇന്നിങ്സിലേക്ക് കളിക്കാൻ പറ്റിയില്ലെങ്കിൽ ടീം അവിടെ തീർന്നേക്കാം. പക്ഷേ നമുക്കറിയാം പിന്നെ ടീം ഡേവിഡ് ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇവിടെ ഉണ്ട്, കളിക്കാനുണ്ട്. അപ്പം വലിയ പ്രശ്നമില്ലാണ്ട് തന്നെ ബാംഗ്ലൂരിനെ പിടിച്ചു വെക്കാൻ വേണ്ടി പറ്റിയേക്കാം. ഈ സ്പിന്നിനെ നേരിടുക എന്നത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ, ഇപ്പം സൈഫ് പറഞ്ഞ പോലെ ഇവർ രണ്ടുപേരും നേരിടുക എന്നായിരിക്കും പിന്നെ ചെന്നൈയുടെ ലക്ഷ്യം, ഓപ്പണർമാർ വീഴ്ത്തുകയാണ്. നേരെ മറിച്ച് ബാംഗ്ലൂരിലെ ലക്ഷ്യം ഈ സ്പിന്നർമാരെ കരുതലോടെ നേരിടുക, സ്കോറിംഗ് ഉയർത്തുക എന്ന് തന്നെയായിരിക്കും. അപ്പോൾ അത് ഇപ്പോൾ 2 ടീമിന് പദ്ധതിയിൽ ഉണ്ടായേക്കാം. തീർച്ചയായും. ഇപ്പം നമ്മൾ RCBയുടെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ സ്പിന്നറായിട്ടുള്ള കൃണാൽ പാണ്ഡ്യ കഴിഞ്ഞ കളിയിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അത് ഒരു ഇത് തന്നെയാണ്. അതായത് അവർക്ക് ആദ്യം ബോളിംഗ് കിട്ടുന്ന ഒരു സാഹചര്യമാണെങ്കിൽ കൃണാൽ പാണ്ഡ്യയുടെ പെർഫോമൻസ് ഈ മത്സരത്തിൽ നിർണായക ഘടകമായി മാറും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതേസമയം ചെന്നൈനെ സംബന്ധിച്ച് ആദ്യ മത്സരത്തിൽ മുംബൈയുടെ 9 വിക്കറ്റുകളും വീഴ്ത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പോസിറ്റീവായിട്ടുള്ള ഘടകം. അതേസമയം RCBയുടെ ആദ്യ മത്സരത്തിൽ 3 വിക്കറ്റുകളെ നഷ്ടമായിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു കണക്കുകളിലുള്ള ഒരു അതെ നല്ലൊരു ബോളിംഗ് നിരയും നല്ലൊരു ബാറ്റിംഗ് നിരയും തമ്മിലുള്ള മത്സരം ഒരു മുഖാമുഖം വരുന്നു എന്ന് തന്നെയാണ് ഈ മത്സരത്തിന്റെ പ്രത്യേകത. അത് മാത്രമല്ല CSKനെ സംബന്ധിച്ച് നൂർ അഹമ്മദ്, നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്, ജഡേജയും എല്ലാവരും മികച്ച ഫോമിലാണ് എന്നുള്ളത് തന്നെയാണ് ഒരു പോസിറ്റീവായിട്ടുള്ള. അതെ. അപ്പോ
പ്രത്യേകിച്ച് ആദ്യം ഇവിടെ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 150 160 വരെയുള്ള റൺസ് ഒന്നും അത്ര സേഫ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 180 മുകളിലുള്ള ഒരു സ്കോർ നേടുകയാണെങ്കിൽ ഒരുപക്ഷെ എതിരാളികളെ പിന്നീട് എന്തായാലും ആദ്യം ടോസ് കിട്ടുന്ന ടീം ആദ്യം ബോളിംഗ് തിരഞ്ഞെടുക്കാൻ തന്നെ ആയിരിക്കില്ല. തീർച്ചയായും ചെന്നൈയിൽ അത് തന്നെയായിരിക്കും കാണുന്നത്. കാരണം പിന്നെ ബോളിങ്ങിലൂടെ വരിഞ്ഞു മുറുക്കുക, അതിനുശേഷം ആ റൺ അടിച്ചെടുക്കുന്നതിന് മാത്രമായിരിക്കും തന്ത്രം. രണ്ട് നായകന്മാരോട് അങ്ങനെ ശ്രമിക്കുക. നമുക്ക് അതിരുന്ന് കണ്ടുവരും. തീർച്ചയായും ഇപ്പോൾ ചെന്നൈയുടെ ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ സ്കോർ 155 ചേസ് ചെയ്തിട്ട് ചെന്നൈ 6 വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തിയിട്ടാണ് വിജയിക്കുന്നത്. രജിൻ രവീന്ദ്ര അതുപോലെ തന്നെ ക്യാപ്റ്റൻ്റെ ഇന്നിങ്സ് കാഴ്ചവെച്ച ഋതുരാജ് ഗെയ്ക്വാദ്. മറുവശത്ത് മുംബൈയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് വിഘ്നേഷ് പുത്തൂർ എന്ന ബൗളറുടെ ഒരു മികച്ച പ്രകടനം തന്നെയാണ്. മധ്യ ഓവറുകളിൽ 3 വിക്കറ്റുകൾ എടുക്കുന്നത്. ഇപ്പോൾ ചെന്നൈനെ സംബന്ധിച്ചാണെങ്കിൽ ത്രിപാഠി, ശിവൻ ദുബെ, ദീപക് ഹൂഡ, സാം കറൻ ഇവരൊന്നും ഫോം ആയിട്ടില്ല എന്നുള്ളത് ഒരു പ്രതിസന്ധിയല്ലേ? തീർച്ചയായും. ഇപ്പം പറഞ്ഞാൽ ഈ ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് പറയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട 2 പേര് മാത്രമാണ്, രച്ചിൻ രവീന്ദ്രയും ഗെയ്ക്വാദും. ഇവർ രണ്ടുമായിരുന്നു ആ ഇന്നിങ്സിനെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ബാക്കിയുള്ള താരങ്ങളുടെ ഫോമിലേക്ക് വന്നില്ലെങ്കിൽ അത് ചെന്നൈ ടീം നമുക്കറിയാം പലപ്പോഴും അങ്ങനെ തന്നെയൊക്കെയാണ് വരുന്നത്. പക്ഷേ ആ ക്യാപ്റ്റൻസിയുടെ മികവിലും ധോണിയുടെ സാന്നിധ്യം തന്നെ പറഞ്ഞാൽ മതിയായിരിക്കും. അതിനൊക്കെ വരുമ്പം ചെന്നൈക്ക് ഒരു ആധിപത്യം ലഭിക്കാറുണ്ട്. അപ്പോൾ അതിന് ഈ ബാക്കിയുള്ള താരങ്ങളുടെ ഫോമിലേക്ക് ഉയർന്നാൽ മാത്രമേ ചെന്നൈക്ക് മുന്നോട്ടുള്ള യാത്ര സുഖകരമാകുന്നതിൽ ആ ഒരു സംശയമില്ല. എന്തായാലും ഇപ്പോൾ ചെന്നൈനെ സംബന്ധിച്ച് ആദ്യ മത്സരത്തിൽ പതിരാന കളിച്ചിരുന്നില്ല. അത് നദാൻ അല്ലീസാണ് കളിച്ചത്. മികച്ച ഫോമിലുള്ള പ്ലെയർ തന്നെയാണ്. പതിരാന തിരിച്ചു വരാനുള്ള എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? ഈ രണ്ടാം മത്സരത്തിലേക്ക് പതിരാന വന്നേക്കാം, ടീമിൽ ഉൾപ്പെട്ടേക്കാം. കാരണം അദ്ദേഹത്തെ അധികം പുറത്തിരുത്താൻ വേണ്ടി ചെന്നൈ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ സാൾട്ടിനെയും കോഹ്ലിനെയും നേരിടാൻ വേണ്ടി പതിരാനെ പോലെ താരത്തെ വിളിച്ചാൽ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയാൽ അതിൽ അത്ഭുതമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എലിസായാലും പതിരാനായാലും ടീം ചെന്നൈക്ക് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഒരുപോലെ തന്നെ ആയിരിക്കും എന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് അത് ടീമിന്റെ പദ്ധതി എങ്ങനെയായിരിക്കും കാത്തിരുന്ന് കണ്ടുവരും. തീർച്ചയായും നമ്മളിപ്പോൾ ഒരുപാട് ഘടകങ്ങളാണ് ചർച്ച ചെയ്തത്. RCB CSK മത്സരവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഘടകങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് നിരവധി പോസിറ്റീവ് ഘടകങ്ങളുണ്ട്. നമ്മളിതൊക്കെ ഈ പറയുന്ന കണക്കുകളും വിലയിരുത്തലുകളൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു മുൻതൂക്കം CSKക്ക് ഉണ്ട്. പക്ഷെ എന്ന് കരുതി RCBയുടെ ഇപ്പോഴത്തെ ഫോമിൽ അവരെ തള്ളിക്കളയാൻ കഴിയില്ല. പ്രത്യേകിച്ച് അവരുടെ ചെന്നൈയുടെ ബാറ്റ്സ്മാൻമാർ കുറച്ചും കൂടി മികവിലേക്ക് ഉയരേണ്ടതുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ബോളർമാരുടെ മികച്ച നമുക്കിപ്പോൾ മുൻ സീസണുകളിലൊക്കെ ബോളർമാരുടെ പ്രകടനം വെച്ചാണ് ചെന്നൈ പല സീസണുകളിലും കപ്പ് വരെ നേടിയിട്ടുള്ളത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ എന്തായാലും മികച്ച മത്സരം തന്നെ RCB CSK തമ്മിൽ കാണാൻ കഴിയട്ടെ. ഒരു ഏകപക്ഷീയമായ രീതിയിലല്ലാത്ത ഒരു T20യുടെ എല്ലാ വീറും വാശിയും നിറഞ്ഞു നിൽക്കുന്ന ഒരു മത്സരം തന്നെ നമുക്ക് കാണാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം.